ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ണൂർ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇച്ചൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഇച്ചൂട്ടൻ നമ്മുടെ രാമൂട്ടൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു. അതായത് നവംബർ 10 നമ്മുടെ കല്യാണം, നവംബർ 16 ഫസ്റ്റ് ബർത്ത്ഡേ വന്നത്. അപ്പോൾ നമ്മുടെ റിസപ്ഷനും ബർത്ത്ഡേയും കൂടെ ഒറ്റ ദിവസമാണ് നടത്തിയത്. ആൻഡ് ഇവൻ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് സൗദിയിലേക്ക് പോയി. അതായത് ഏട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസം മാത്രമേ എനിക്ക് അവനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ അത് ഫസ്റ്റ് ബർത്ത്ഡേ സമയത്തായിരുന്നു. അപ്പോൾ ഇവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ വന്നപ്പോൾ അവർ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 16 തീയതി ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ഇന്നലെ തലേന്ന് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, മാത്രം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ ഒരു സമയത്ത്, കല്യാണ സമയത്ത് ഞാൻ ആ ഒരു 10 ദിവസം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 10 ദിവസം ഞാനൊരു നല്ല രീതിയിൽ കണക്റ്റഡ് ആക്കി പിള്ളേരൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈവൻ ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കിടത്തേക്ക് ഉറക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ നല്ലോണം ചെയ്തത് കൊണ്ട് ഞാൻ അവനൊന്ന് അടിപൊളിയായിട്ട് സെറ്റായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ സൗദിക്ക് പോയത്. അപ്പോൾ ഇപ്പം എൻ്റെ ഓർമ്മയുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഈവൻ വീഡിയോ കോളിലും ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്. ആൻഡ് ഏട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മേമ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ടി വി നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. കാരണം യൂട്യൂബൊക്കെ ടി വിയിൽ വെച്ച് കൊടുക്കാറുണ്ട് ഡാൻസൊക്കെ. അപ്പോൾ അങ്ങനെ ടി വിയിൽ നോക്കി മേമ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ എന്നെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ആഘോഷിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് വേഗം റെഡി ആകാം. കാരണം അവരവിടെ നിന്ന് ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് വേഗം റെഡി ആവാം ഗായ്സ്. ഓക്കെ, വീട്ടിലുള്ള ചെറിയ സെറ്റപ്പിലാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗായ്സ്. ഹലോ, ഓർമ്മയുണ്ടാ? നടന്നേ നോക്കട്ടെ. ഇച്ചൂട്ടാ ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കാരൻ. എന്താണ് എട്ടത്തേക്കിറങ്ങാം നമുക്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇച്ചു ബാവ. ഇച്ചു മേമെടുത്തു. മേമയുടെ ഇച്ചു മേമയുടെ ഇച്ചു നിക്കിനെ നോക്കാണ് ഗൈസ്. നിക്കി ബോബുവിനെ കാണിച്ചു. ഇതാണ് നമ്മുടെ നിക്കി ബോബു. ഇതാണ് നമ്മുടെ ഇച്ചുവിൻ്റെ നിക്കി ബോബു. നിക്കി ബോബുവിടെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആണോ ബാവയുടെ? ഹാപ്പി ബർത്ത്ഡേ ചുട്ടാ. ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഒരേ ഖുഷി തന്നെ. വേഗം എല്ലാവർക്കും കൊടുക്കാലോ. ചെറിയ അപ്പൊ നമുക്ക് ഇച്ചുവിന് ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ്. ഇച്ചിട്ടാ നോക്ക്. ഇച്ചിട്ടാ ഇവിടെ നോക്ക്. ഹലോ, മേമ ഗിഫ്റ്റ് തരുന്നു. താങ്ക് യു പറഞ്ഞു. ഇങ്ങനെ താങ്ക് യു പറയാം. താങ്ക് യു ഒന്നും പറ്റില്ല. താങ്ക് യു ഒന്നും പറയാൻ പറ്റില്ല. അച്ചാച്ചന് വേണം, മറ്റേ അച്ചാച്ചന് വേണം. വായിലിടാൻ ഇച്ചു മേമയ്ക്ക് തരുമോ? മേമയ്ക്ക് താ. മേമക്ക് കൊടുക്ക്. മേമക്ക് കേക്ക് തരില്ല ഇച്ചു. കേക്ക് ഇട്ടാൻ വേണ്ടിട്ട് ഇച്ചുന് വേണോ? എനിക്ക് താന്ന്. ഞാൻ കൊടുക്കൂല, എനിക്ക് താന്ന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇച്ചൂട്ടൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കൂടെ കുറച്ചൊക്കെ സെറ്റായിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം ആളെന്ത് ചെയ്യണേന്ന്.
ഇനി സഹായിച്ചില്ലെങ്കിൽ എന്താണത്? പലതും കൊണ്ടുപോകും. അന്ന് കണ്ണടിച്ചിരിക്കണേ കള്ളത്തരം. ഉത്തരവാണ്. കാത്തോണിച്ചു അതെന്താ പറഞ്ഞേ? അയ്യോ കാത്തു എന്റെ അമ്മൂനെ വിട് വിട്. ഞോ ഞോ ഞോ. അയ്യോ അമ്മേ. ഇച്ചൂട്ടാ ഇച്ചൂട്ട എങ്ങനെയാ കഴിക്കുന്നേ നോക്കട്ടെ. കണ്ടുമുട്ടി എങ്ങനെ കണ്ടുമുട്ടുക? കള്ളത്തരം. നീ കള്ളത്തരം. നോക്ക്. കണ്ടൻ. ഞാൻ ഫ്രണ്ടിൽ കയറിയിക്കാം. ആ ചോറ് ചേച്ചി എവിടെ? നമുക്ക് നോക്കാന്നേ. വയലിട്ട് കാണില്ല. കാണില്ലേ? കാണ്ട. വയലിട്ട് ചേച്ചി അപ്പം കൂടി വേറെ എവിടെയെങ്കിലും കളിക്കാൻ പോയി. കണ്ടോ കേട്ടോ? എന്നാ കണ്ടോ? അവരെപ്പോഴും അങ്ങനെ നമ്മളെ ഒന്നിനും കൂട്ടില്ല. ശരിയായി. ഇതാരിത് ഇതാരിത് ഇതാരിത്? എന്നാ നിക്ക് ബാവു. പോവാം. താ. താ. താ, 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 താ. താടാ. അവിടെ ഇട്. താ. ആ. യോ. പല നേരാണ് നമ്മളെ കൊല്ലും. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കൈ തന്നില്ല ഗൈസ്. എനിക്ക് ഞാൻ എറിഞ്ഞുതരാം. വാ എറിഞ്ഞുതരാം. പേടിയാവുന്നു. എറിഞ്ഞുതരാം എറിഞ്ഞുതരാം. നമുക്ക് താഴേക്കൊന്ന് ചാടി നോക്കിയാലോ അപ്പു? ചിലപ്പോ രക്ഷപ്പെട്ടാലോ? തരാൻ. ചെയ്യുവാണെങ്കിൽ എന്നാ പോ. എനിക്ക് My baby boy is sleeping. സോ ഗായ്സ് നമ്മുടെ ഇച്ചൂട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവന് എഴുന്നേറ്റിട്ട് വേണം നമുക്കിനി ഒന്ന് ചെറുതായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകാൻ. ഷോപ്പിംഗ് നമ്മൾ വാവയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ എനിക്കൊരു ഡ്രസ്സും വാങ്ങിക്കാനുണ്ട് ഇവിടെ പയ്യന്നൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ പയ്യന്നൂരൊന്നും അധികം സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ഐ മീൻ സാധനങ്ങളൊന്നും വാവേനെ തന്നെ കാണിച്ചു കൊടുക്കും. ബസന്തിനെ നമുക്ക് മാറ്റാം. എന്താകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പയ്യന്നൂർ പോകാമെന്ന് വിചാരിച്ചേക്കാണ്. പയ്യന്നൂർ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നാളെ യൂട്യൂബിൻ്റെ മീറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊന്നുമില്ല. പയ്യന്നൂരിൽ ഇതുവരെ ആണെങ്കിൽ ഒരു ഡ്രസ്സ് അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഇങ്ങനെ ഞാൻ ടൗണിൽ പോകുമ്പോൾ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും നോക്കിയിട്ട് ഒരെണ്ണം വാങ്ങിക്കണം. 4 മണിയാകുമ്പോൾ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മടി പിടിഞ്ഞിങ്ങനെ ഇരിക്കുക. ഇച്ചു ബേബി ഉറങ്ങുകയാണ് ഗൈസ്. ശബ്ദം ഉണ്ടാക്കണില്ല. അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. റെഡി ആയിട്ട്. ഓക്കെ, ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ദേ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇച്ചു ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഒച്ചയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇച്ചു ഇച്ചു ഇല്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിഷയമാവും. കാരണം ഇച്ചുവിൻ്റെ അമ്മ ജസ്റ്റ് കുളിക്കുക. ഇച്ചു ബാബു 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 പാടി പാടി ആളുറങ്ങിയിട്ടുണ്ട്. ഞാനൊരു നിമിഷം പേടിച്ചു പോയി എഴുന്നേറ്റോന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെയായിരുന്നു ടീച്ചറിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫാമിലി മാത്രമായിട്ട് ജസ്റ്റ് ആഘോഷിച്ചു. കാരണം അതിന് ഇഷ്ടമാണ് ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു കേട്ടോ. അത് കൂടാതെ തന്നെ ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു ടൈം. അതായത് 10-ാം തീയതി കല്യാണം കഴിഞ്ഞു ആൻഡ് 16-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിനുശേഷം 1 മന്തിനുള്ളിൽ തന്നെ ഇവർ തിരിച്ച് സൗദിയിലേക്കൊക്കെ പോയി. അതുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ എനിക്ക് ഈ ചുണ്ടോട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് എന്താ പറയുക, ഒന്ന് സ്നേഹമൊക്കെ കാണിച്ച് നല്ല കണക്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. കളിച്ചിട്ടൊക്കെ നല്ല കണക്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. പക്ഷേ
അപ്പം തന്നെ ഇവർ പോയതുകൊണ്ട് നമ്മുടെ തമ്മിൽ അത്ര എന്താ പറയുക ഓർമ്മയില്ല അവന്. എന്നാലും അവിടെ പോയതിന് ശേഷം വീഡിയോ കോളും ഫോട്ടോസൊക്കെ കാണുമ്പോൾ മേമ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ TV നോക്കിയിട്ട് മേമ അവിടെ ഉണ്ടെന്ന് പറയും. കാരണം യൂട്യൂബ് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ മേമ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ മേമേനെ കാണിക്കുന്ന TV-യിലാണ്. അതുകൊണ്ട് ഇപ്പം മേമേനെ നേരിട്ട് കണ്ടപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല. അപ്പം ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ആളങ്ങോട്ട് അടുക്കുന്നില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇച്ചുൻ്റെ അമ്മയും ഏട്ടത്തേക്ക് ആയിട്ട് ഒന്ന് ജസ്റ്റ് പയ്യന്നൂർ വരെ പോയിട്ട് വരാമെന്ന്. കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് മാത്രമല്ല എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പയ്യന്നൂർ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒറ്റയ്ക്ക്. രാമുൻ്റെ കൂടെ കാറിന് പോവുക തിരിച്ച് വരിക. രാമുൻ്റെ എവിടെയാണ് പോകുക? ഓക്കെ ഇതാണല്ലേ കട. ഓക്കെ ടൗണിൽ ഇത്രയും കടകളുണ്ടല്ലേ അങ്ങനെ അറിയുന്നല്ലാതെ ഞാനായിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് വാങ്ങണം. കാരണം നാളെ യൂട്യൂബിൻ്റെ ഒരു ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം. ദെൻ ഭാവിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് ഇന്നത്തേത്. നമ്മുടെ പ്ലാൻസ്. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങാം. ഏട്ടത്തി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാമെന്ന്. വേറൊന്നുമല്ല, മമാത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇത് 17 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ 4 നല്ല അടിപൊളി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വാച്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഏതൊക്കെയാണ് ന്യൂ ഷെയ്ഡ്സ് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് ഏകദേശം ഫുള്ളായിട്ട് ഒന്നും മേക്കപ്പായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ആ 4 ഷെയ്ഡ്സ് ഏതാണെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതാണ് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് പുതിയതായിട്ടുള്ള മമാഅർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കയ്യിൽ സ്വാച്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്, പീച്ച് കളറാണിത്, കണ്ടില്ലേ? ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നിൽക്കാം, ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിച്ചു തന്നിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ദിസ് വൺ ഈസ് ഗ്രേപ്പ് ഫ്രൂട്ട്, 15 ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക്, ഇതൊരു റെഡ് കളർ. ആൻഡ് ദിസ് വൺ ഈസ് 16 ഹേസൽനട്ട് ബ്രൗൺ. ഞാൻ അങ്ങനെ ന്യൂഡ് ഷെയ്ഡിൻ്റെ ആളൊന്നും അല്ല കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്തത് പിങ്ക് ഷെയ്ഡ്സ് ആണ്. ആൻഡ് ദിസ് വൺ ഈസ് നമ്മുടെ 17 റേസൻ പഞ്ച് ആണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് 4 മമാഅർത്തിൻ്റെ ഈ ഒരു ലിപ് ഷെയ്ഡിൻ്റെ 4 പുതിയ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അപ്പോൾ ഇത് 12 hours വരെ ലോങ് സ്റ്റേ ആയിട്ട് ഇരിക്കട്ടെ. നല്ല ഇതിൽ മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. നമുക്ക് ലിപ്സിലും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ളത് അവക്കാഡോ ഓയിലും വൈറ്റമിൻ ഇ ആണ് കേട്ടോ. ആൻഡ് ഒറ്റ സ്ട്രോക്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ലിപ് കളർ തരുമെന്നാണ് പറയുന്നത്. അത് നോക്കാം. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മമാഅർത്തിൻ്റെ ഈ ഒരു 17 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉള്ള മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ അവൈലബിൾ ആണ്. അപ്പോൾ മമാഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോ തവണയും മമാഅർത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഓർഡർ ഒരു ട്രീയുമായി ലിങ്ക് ചെയ്യുകയും അങ്ങനെ ബൈ 2024 ആകുമ്പോൾ മമാഅർത്ത് ഈസ് എയിമിംഗ് ടു പ്ലാൻ 1 million trees. അപ്പോൾ മമാഅർത്ത് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ മാത്രമല്ല ഓഫ്ലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ഡു മെസ്സേജ് മീ ഓർ കമന്റ് ഡൗൺ ബിലോ വെൻ യു ഫൈൻഡ് എ മമാഅർത്ത് സ്റ്റോർ നിയർ യു. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായ വൃന്ദ 2023 യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ഉണ്ടാകും. സോ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകാം. അപ്പോൾ പറയാൻ വെറുതെ ഭാവേനെ ഇടയിൽ വെച്ചിട്ട് ഏട്ടത്തെ എടുത്തിട്ട് പോയിട്ടോ. കാരണം അവൻ ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സാരില്ല, ഇനി അപ്പുറത്ത് പോയിരിക്കട്ടെ, എന്നല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനും പറ്റില്ല, അവൻ്റെ ഉറക്കവും ഡിസ്റ്റർബ് ആകും. അപ്പം ഇപ്പം തന്നെ ആൾ റെഡിയാക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ടാറ്റാ. അപ്പോൾ ഒരു സാധനം ഇവിടെ കാണിക്കാൻ മറന്നു പോയിട്ടോ. മമാഅർത്തിൻ്റെ ഈ ഒരു കാജലാണ്. അപ്പോൾ ഇത് ഭയങ്കര നല്ല ഡാർക്കായിട്ടുള്ളൊരു കാജലാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാജലാണിത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് കൂടെ കാണിച്ചു തരാം. ഇത് മമാഅർത്തിൻ്റെ ചാർക്കോൾ ബ്ലാക്ക് ലോങ് സ്റ്റേ കാജലാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ട് നമ്മുടെ ഐസിനെ വെക്കും. കൂടാതെ തന്നെ നല്ല രീതിയിൽ ലോങ് സ്റ്റേ ചെയ്യും കേട്ടോ. സോ ഇതും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂരുള്ള ജൂക്കോബറിയിലുള്ള കഫേയിൽ വന്നേക്കാണ് കേട്ടോ. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു. ഹായ്, നമുക്ക് ഹായ് പറയും. ഇതാണ് ഞങ്ങളുടെ ഇച്ചൂട്ടൻ. മേമ കൊടുത്തു കേക്ക് കാണിച്ചു. എന്താണ് മറ്റേ നേരത്തെ
ആ പെണ്ണിന് ഹായ് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ഹായ് ഇല്ല. വഴിയിലുള്ള എല്ലാവർക്കും ഹായ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ഹായ് പോലും കിട്ടുന്നില്ല. കുടുംബക്കാരോട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആ വേഗം തന്നെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.